പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അത് ഇന്ന് CBIക്ക് ഗവൺമെന്റ് വിട്ടു. ഇന്ന് മുഖ്യമന്ത്രിയെ സിദ്ധാർത്ഥന്റെ പിതാവും കുടുംബവും പോയി കണ്ടു. തങ്ങൾക്ക് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് അത് CBIക്ക് വിടണം എന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം അതിന് തടസ്സമില്ല എന്ന് ആമുഖത്തിൽ തന്നെ പറഞ്ഞു. വിടണമെങ്കിൽ വിടാം. ഏതായാലും അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം അത് CBIക്ക് വിട്ടുകൊണ്ട് ഉത്തരവും ഉണ്ടായി. ഗവൺമെന്റ് ഇതിനകത്ത് വലിയ താല്പര്യങ്ങളൊന്നും ഇല്ല എന്ന് ആ CBI അന്വേഷണ ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ചെയ്തത് കൊലപാതകമാണ്. കുട്ടികളെ ഏത് പാർട്ടിക്കാരായാലും ശരി, കോളേജിനകത്ത് നടത്തിയ ഭീകരമായ ഒരു കൊലപാതകം തന്നെ. 2-3 ദിവസങ്ങൾ ഒരു വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുകയാണ്. ആ പീഡനത്തിന്റെ സ്വഭാവം നാട്ടുകാരെക്കാട്ടിലും അല്ലെങ്കിൽ പൊതുജനങ്ങളെ കൂടുതൽ അവർക്കറിയാം അതിന്റെ ദൂഷ്യവശം. കാരണം അവർ വെറ്റിനറി കോളേജിൽ പഠിക്കുന്നവരാണ്. അവർക്ക് മനുഷ്യ ശരീരത്തിന്റെ മുഴുവൻ കാര്യങ്ങളെപ്പറ്റി അവർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ, ഒരടി കിട്ടിയാലുള്ള ഷോക്ക് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നല്ല ബോധമുള്ള കുട്ടികളാണ്. എന്നിട്ട് ഈ കൊലപാതകം, ക്രൂരമായ കൊലപാതകം അവർ നടത്തി. 18-ാം തീയതി ആണ് ഇയാള് തൂങ്ങി മരിച്ച് കണ്ടപ്പം അവിടെ നിന്ന് എടുത്ത് താഴെ കിടത്തി. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നേരം മരിച്ചു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ മനുഷ്യ ശരീരത്തില് നിങ്ങളെ എങ്ങനെ ഒരു കൊലപാതകം നടത്തിയാലും അത് ഒളിച്ചു വെക്കാൻ കഴിയില്ല. മനുഷ്യ ശരീരത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ബോഡി ആ ടേബിളിൽ കിടത്തിയപ്പോൾ അദ്ദേഹം നിരീക്ഷിച്ച ചില കാര്യങ്ങൾ ആ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. മരിച്ചിട്ട് അദ്ദേഹം 19-ാം തീയതി ഉച്ചയ്ക്ക് 11:30-ക്ക് 2:30-ക്ക് ഇടയ്ക്കാണ് ബോഡി കാണുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ആ സമയത്താണ്. പക്ഷെ മരണം നടന്നിരിക്കുന്ന 18-ാം തീയതി ഉച്ചയ്ക്കെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. കാരണം റിഗർ മോർട്ടിസ് ശരീരത്തിലെ കാല് മുതൽ തല വരെ ഫോം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ബന്ധുക്കളും എല്ലാവരും മരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പം ശരീരം സ്റ്റിഫാവും, വടി പോലാവും. അത് കണ്ണു മുതൽ താഴോട്ടാണ് ആദ്യം വരുന്നത്. റിഗർ മോർട്ടിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തലയെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കണ്ണു മുതൽ. കണ്ണ് ആദ്യം അടയും. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിലൊക്കെ ബന്ധുക്കളോ അപ്പനോ അമ്മയോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം കണ്ണ് നമ്മൾ ചേർത്ത് അടയ്ക്കും, ഇല്ലെങ്കിൽ കണ്ണ് തുറന്നു തന്നെ ഇരിക്കും. റിഗർ മോർട്ടിസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിൽ ജീവൻ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ സെല്ലുകൾ നിർജീവമാവും. അന്നേരം റിഗർ മോർട്ടിസ് മരവിപ്പ് തുടങ്ങും. ആദ്യമായിട്ട് കണ്ണിനെയാണ് കണ്ണും ചുണ്ടൊക്കെയാണ് ആദ്യമായിട്ട് ബാധിക്കുന്നത്. ചെവി, മൂക്ക്. അവിടുന്ന് പതുക്കെ പതുക്കെ റിഗർ മോർട്ടിസ് താഴോട്ട് പോയി കാൽപാദം വരെ റിഗർ മോർട്ടിസ് മരവിപ്പ് വരണമെങ്കിൽ 16 മുതൽ 24 മണിക്കൂർ വരെ വേണം. കംപ്ലീറ്റ് ആയിട്ട് റിഗർ മോർട്ടിസ് ഡെഡ് ബോഡിയിൽ വന്നു കഴിഞ്ഞു. അതാണ് ആ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അപ്പൊ മരണം കുട്ടികൾ പറയുന്ന സാക്ഷികൾ പറയുന്ന പോലെ അല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പം നിങ്ങൾ എത്ര കള്ളക്കേസ് കള്ളസാക്ഷികൾ ഉണ്ടാക്കിയാലും ശരി, മനുഷ്യ ശരീരത്തിലെ മാറ്റങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തുണ്ട്. ഞാനത് തുടക്കത്തിലേ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം അത്. കാരണം ആ കുട്ടിയെ മർദ്ദിക്കുമ്പോൾ ജഡ്ഡിയിലായിരുന്നു ഇട്ടിരുന്നത്. പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡ്രസ്സ് ധരിച്ചാ ചെന്നെന്ന് പറയുന്നു. കുട്ടി മരിച്ചു കഴിഞ്ഞപ്പം ഡ്രസ്സ് ഇടിയിച്ചിരിക്കുന്നു. അതിൽ 1-ാം പ്രതി സിൻജോ ജോസ് കരാട്ടക്കാരനാണ്. അയാളാണ് ആദ്യം ചവിട്ടുന്നത്. പക്ഷെ ഈ CBI ഉള്ള ഓർഡർ സർക്കാർ ഇട്ട് കഴിഞ്ഞ ശേഷം ചില കാര്യങ്ങളുടെ വെളിയിലോട്ട് വന്നു. കാരണം ആന്റി റാഗിങ്ങിന്റെ അവിടുത്തെ ആ കമ്മിറ്റി അതേപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. 97 വിദ്യാർത്ഥികളെ, സ്റ്റാഫിനെ അവര് ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് നല്ല കൃത്യമായിരുന്നു. കാരണം 18 പ്രതികളും പല സ്ഥലത്ത് വെച്ച് ആ സിദ്ധാർത്ഥനെ തല്ലിയിരിക്കുന്നു, ഉപദ്രവിച്ചിരിക്കുന്നു. 18 പേര് പല ഭാഗത്തും വെച്ചിട്ടാണ് ആ ക്രൂരകൃത്യങ്ങൾ നിർവഹിച്ചത്. അല്ലെ പട്ടിണിക്കിട്ടു,
അയാൾ വെള്ളം കുടിച്ചിട്ടില്ല, 2-3 ദിവസം ആഹാരം കഴിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ ആമാശയത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രക്തത്തിലോ ഒന്നും മലമില്ല, വയറ്റിൽ ചെറിയ ചില ചില സൊല്യൂഷൻ പോലെ അല്ലെ ചില സലൈവയുടെ മാതിരി എന്തോ അല്പം കിടപ്പുണ്ട്, വേറെ ഒന്നുമില്ല. ആഹാരം കഴിക്കാതെ പട്ടിണിക്കിട്ട്, നമുക്ക് പട്ടിണിക്കിട്ട് കുറെ ദിവസങ്ങൾ എടുക്കും മരിക്കാൻ, പക്ഷെ വെള്ളം കൊടുക്കാതിരുന്നാൽ പെട്ടെന്ന് മരിക്കും. അതിന്റെ പകുതി സമയം മതി. ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു. എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ശരി, അതിൽ നിന്ന് സയൻസിന്റെ ഈ പിടിയിൽ നിന്ന് മനുഷ്യ ശരീരത്തിലെ ഉണ്ടാകുന്ന മാറ്റത്തെ പറ്റി പഠിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ കാണിക്കുമ്പോഴും അവിടുത്തെ ഡീൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് ഇതൊരു സൂയിസൈഡ് ആണ് എന്ന് പറഞ്ഞ ആ വ്യക്തി അയാൾ തന്നെയാണ് ഇത് അഴിച്ച് എടുക്കാൻ നേതൃത്വം കൊടുത്തത് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അഴിക്കുന്നത് ആരും കണ്ടിട്ടില്ല, പ്രതികളും ഡീനും മാത്രമേ കണ്ടിട്ടുള്ളൂ. കഴുത്തില് കെട്ടിയിരിക്കുന്ന തുണി അത് പോസ്റ്റ്മോർട്ടം സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരായ ഞങ്ങളൊക്കെ അത് തൂങ്ങി മരണം അന്വേഷിക്കുമ്പോൾ അത് അഴിക്കുന്നത് ആ കെട്ടുകളൊന്നും വിടർത്താതെ അത് അതേപടി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ബോഡി എത്തിക്കുന്നത്. പോലീസ് അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് അതെല്ലാം അഴിച്ചിരിക്കുന്നു എന്നാണ് അവരുടെ മൊഴികൾ. അവിശ്വസനീയമായ മൊഴികളാണ് അതൊക്കെ. അത് തന്നെയല്ല, ആ മുറിയിലെ ജഡി തന്നെയാണ് തൂങ്ങി നിൽക്കുന്നത്. ആ കോളേജിലെ ഹോസ്റ്റലിന്റെ മുമ്പില് ഇയാളെ ജഡ്ഡിയിൽ നിർത്തി അവർ മാറി മാറി പീഡിപ്പിച്ച രംഗം പല വിദ്യാർത്ഥിനികളും പറഞ്ഞിരിക്കുന്നു. അതേ വേഷത്തിൽ തന്നെയാണ് തൂങ്ങി നിൽക്കുന്നത്. ആ മുറിയിലെ ആ തുണി കെട്ടിയിരിക്കുന്ന അവിടം വരെ ഈ വിദ്യാർത്ഥിക്ക് കയറിക്കെട്ടാൻ കഴിയില്ല. കാരണം കഴുത്തിന്റെ പിന്നിലെ 9 സെന്റിമീറ്ററിലുള്ള ഒരു 9 സെന്റിമീറ്റർ മുകളിലുള്ള ഒരു മുറിവ് അത് മെഡുല ഒബ്ലാങ്കയോട് ചേർന്നാണ്. അതുകൊണ്ട് അബോധാവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. എത്ര ക്രൂരമായ കൊലപാതകം നടത്തിയിരിക്കുന്നു ഇവര്. അത് ന്യായീകരിക്കുന്ന കുറച്ച് ന്യായിക തൊഴിലാളികളെ ചാനലിലൊക്കെ വന്ന് പ്രസംഗിച്ചിട്ട് പോയവരോട് പുച്ഛം തോന്നുന്നു. മനുഷ്യനെ അല്ലേ കൊന്നത്, നിങ്ങളുടെ മക്കളെ അല്ലേ കൊന്നത്. നമുക്ക് അതിനോട് യോജിക്കാനും കഴിയില്ല. അത് ന്യായീകരിക്കാൻ കുറെ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നു. ഏതായാലും ആ പാർട്ടിയിലെ ചില വ്യക്തികൾ ന്യായീകരിച്ചെങ്കിലും മുഖ്യമന്ത്രി ന്യായീകരിച്ചില്ല. അത് കൃത്യമായ ഒരു മർഡർ ആണ് എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇത് CBIക്ക് വിട്ടുകൊടുത്തു. ന്യായം ലഭിക്കില്ല ആ കുട്ടിക്ക്, ആ വീട്ടുകാർക്ക്. അതുകൊണ്ട് തന്നെ CBIക്ക് ഈ അന്വേഷണം വിട്ടുകൊടുക്കാൻ അദ്ദേഹം ഒരു അമാന്തവും കാണിച്ചില്ല. പേരൻസിന്റെ, മാതാപിതാക്കളുടെ ആ റിക്വസ്റ്റ് അതേപടി അംഗീകരിച്ച് ഉടൻ തന്നെ വിട്ടുകൊടുത്തു. പക്ഷെ ആന്റി റാഗിങ്ങുകാര് അവര് നടത്തിയ റിപ്പോർട്ട് 97 പേരെ ചോദ്യം ചെയ്തിട്ടാണ് വെറുതെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. നല്ല എക്സലന്റ് റിപ്പോർട്ട് തന്നെ അത്. കാരണം പോലീസ് 18 പേരെ പ്രതി ചേർത്തപ്പം ആ 18 പേരും ഈ ആന്റി റാഗിങ്ങിൽ എവിടെയെങ്കിലും വെച്ച് സിദ്ധാർത്ഥനെ അടിച്ചവരാണെന്ന് അവർ കണ്ടെത്തിയിട്ട് അത് കൂടുതൽ എവിഡൻസ് ഇതിനകത്ത് ആവശ്യമില്ല. കാരണം ഇനി മരണത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മുടെ വീടുകളിൽ എവിടെയായാലും ശരി, നമ്മൾ പിടയുന്ന രീതിയിൽ ആരെങ്കിലും തൂങ്ങിക്ക് കാണുമ്പോൾ സാധാരണ അഴിക്കുകയുള്ളൂ. ഒരാള് തൂങ്ങി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സാമാന്യ ബോധമുള്ളവരാരും അഴിക്കില്ല. അസാമാന്യ ബോധമുള്ളവരാണ് ഇവര്. കാര്യം ഡോക്ടറേറ്റുള്ള ആ ഡീന്, ഡോക്ടറേറ്റുള്ള അവിടുത്തെ വാർഡന്, ഡോക്ടറേറ്റുള്ള അവിടുത്തെ രജിസ്ട്രാർ, ഇവരൊക്കെ പ്രതിയാക്കിയേ പറ്റുള്ളൂ. കേരളത്തിൽ കുറെ നാളുകൊണ്ട് ഈ ബുദ്ധിജീവികളെന്ന് പറയുന്ന ആൾക്കാര് കുറെ അധികം അട്രോസിറ്റീസ് കോളേജുകളിലും ഒക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിനോടൊരു വിരാമം ഇതോടൊരു വരണം. തീർച്ചയായിട്ടും അത് വരും എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയല്ല, കഴിഞ്ഞ ദിവസം ഈ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് BJPക്കാരെ ഒരു പ്രകടനം സെക്രട്ടറിയിലേക്ക് നടത്തി. BJPയിലെ ചെറുപ്പക്കാരായ ആൾക്കാര് ആ വീടിന്റെ മുമ്പിൽ വന്നിട്ട് മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് യാത്ര അവര് നടന്ന് സെക്രട്ടേറിയറ്റിന്റെ അവിടെ വന്നു എന്നുള്ളതാണ്. 10-20 കിലോമീറ്റർ നടന്ന് അവർ വന്ന് സെക്രട്ടേറിയറ്റിൽ വന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് പോയി. തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ്സുകാരും പ്രതിഷേധിച്ചു. അവര് ആ ഒരു പ്രതിയുടെ അമ്മ ഡോക്ടർ ബിന്ദു സുന്ദർന്ന് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറാണെന്ന് പറയുന്നു. അവരുടെ മകനാണ് ഒരു പ്രതി. അതുകൊണ്ട് അവരുടെ വീട്, അവർ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ കുറുക്കോടുള്ള വീടിനടുത്താണ്. അവരുടെ മുൻവശത്തിരുന്ന ആ ബോർഡ്
യൂത്ത് കോൺഗ്രസ്സുകാർ വലിച്ചിറക്കി ദൂരെ എറിഞ്ഞു. അവരുടെ മുറിയിലിരുന്ന് അവരുടെ ക്വാളിഫിക്കേഷൻ പ്രത്യേകം അവരുടെ പേരും പ്രദർശിപ്പിച്ച ആ ബോർഡും എടുത്ത് അവർ വലിച്ചെറിഞ്ഞു. പ്രതിഷേധം അതിശക്തമാണ്. കേരളത്തിലെ ഈ 18 പ്രതികളുടെ വീടുകളിൽ പ്രതിഷേധം ഉണ്ടാകും. അതുകൊണ്ട് പോലീസ് അവർക്ക് വേണ്ടതായ പ്രൊട്ടക്ഷൻ കൊടുക്കണം. കാരണം അങ്ങോട്ട് കാര്യങ്ങൾ നീങ്ങുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് സൈബർ സെല്ലിന്റെ ഒരു ഹെൽപ്പ് കൽപ്പറ്റ ഡിവൈഎസ്പിയും മറ്റവരും തേടിയിരുന്നു. കാരണം അതിനകത്ത് എന്തുമാത്രം ദൃശ്യങ്ങൾ ഈ കൊലപാതകത്തെ പറ്റി ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് സൈബർ സെല്ലിനെ അവര് സമീപിച്ചത്. ഇത് അന്വേഷണം പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതുപോലെ സിൻജോ ജോൺസ് കരാട്ടക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അയാൾ ആദ്യത്തെ ചവിട്ടിൽ തന്നെ ഇയാൾ മലനടിച്ച് വീണ് ബോധം കിട്ടുമെന്ന് പറയുന്നു. ഒറ്റ ചവിട്ടും കൂടാതെ അയാളെ കഴുത്തിൽ പിടിച്ച് ഇയാളുടെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരന്റെ കൈ കൊണ്ട് കഴുത്തിൽ പിടിച്ച് ഞെക്കി ശ്വാസതടസ്സം ഉണ്ടായി എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നമുക്ക് യാഥാർത്ഥ്യം എന്താണ് നടന്നതെന്ന് CBI വരുമ്പം മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നുണ്ട്. കൊല്ലുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തനിക്ക് മരണത്തിലേക്ക് അവര് ചിലപ്പോൾ അയച്ചേക്കുമെന്ന് സിദ്ധാർത്ഥന്റെ മനസ്സിൽ തോന്നുന്നതുകൊണ്ട് ആ പീഡനം മുഴുവൻ സഹിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ ആ മർദ്ദനം മുഴുവൻ ഏറ്റുവാങ്ങിയ കുട്ടി. കാരണം താൻ എപ്പോഴും കൊല്ലപ്പെടാം, കാരണം വീട്ടിലേക്ക് പോയാൽ തന്നെ എറണാകുളത്ത് നിന്ന് തിരിച്ചു വിളിച്ചു കൊല്ലാനാണെന്ന് ആ കുട്ടിക്ക്. കാരണം മർദ്ദിക്കും, ഭീകരമായിട്ട് മർദ്ദിക്കും. SFIക്കാർ മുഴുവൻ രംഗത്ത് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിച്ച് ആ കോളേജിൽ പഠനം പൂർത്തിയാക്കണമല്ലോ, അതുകൊണ്ട് സഹിച്ചേക്കാം എന്ന് കരുതി പാവം വന്ന് അത് കൊലപാതകത്തിലേക്ക് പോവുകയും ചെയ്തു. കേരളം കണ്ടിട്ടില്ലാത്ത ഈ ക്രൂരമായ ഈ കൊലപാതകം നടത്തിയത് ആ സഹപ്രവർത്തകരും അല്ലെങ്കിൽ ഒന്നിച്ച് പഠിക്കുന്നവരുമാണെന്നുള്ളതാണ്. ആ കുട്ടികളുടെ മാനസികമായ വളർച്ച ആ മാതാപിതാക്കളെ എങ്ങനെയാണ് ഈ ലെവലിൽ കൊണ്ടുവന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ കൂടെ ക്ലാസ്സിലുള്ള ഒരാളെ ആ കുട്ടിയുടെ ഒപ്പം അവരുടെ വീടുകളിൽ വന്ന് സന്ദർശിച്ച് അവിടെ വന്ന് കിടന്നവന്മാര് പിന്നെ ആ കുട്ടിയെ കൊല്ലാനുള്ള മനസ്സ് എങ്ങനെ വരുന്നു? മൃഗങ്ങൾക്ക് പോലും അങ്ങനെ ഒരു വാസന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും CBIക്ക് വിട്ടു സത്യങ്ങൾ നമുക്കിനി മനസ്സിലാക്കാൻ സാധിക്കും.